നമസ്കാരം. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഔദ്യോഗികമായി. ഉത്തർപ്രദേശിന്റെ ചുമതലയിലേക്ക് പ്രിയങ്കയെ ഇറക്കിയ കോൺഗ്രസിന്റെ തീരുമാനം കൗതുകത്തോടെയാണ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവരും നോക്കി നിൽക്കുന്നത്. രാഹുലിന്റെ കാര്യശേഷിയില്ലായ്മയ്ക്ക് തെളിവ് എന്ന് BJP പരിഹസിക്കുന്നുണ്ട്, ശരി തന്നെ. എങ്കിലും ഇതുവരെ മുന്നോട്ടു പോയതുപോലെയല്ല ഇനിയത്തെ കാര്യങ്ങൾ എന്ന് BJP നേതൃത്വത്തിനും അറിയാം. തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടല്ല പ്രിയങ്ക വരുന്നത് എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം സ്ഥാപിക്കുക എന്നതാകും പ്രിയങ്കയുടെ ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തു മാറ്റമാകും പ്രിയങ്കയുടെ വരവ് ഉണ്ടാക്കുക? കുടുംബവാഴ്ച എന്ന BJP ആരോപണത്തെ ഒന്നുകൂടെ ശക്തമാക്കുന്ന കാര്യമാകുമോ ഇത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കുടുംബവാഴ്ച എന്ന പോയിന്റിലൂന്നിയാണ് ഇതിനെ വിമർശിച്ചത്. BJPക്ക് പാർട്ടിയാണ് കുടുംബമെങ്കിൽ കോൺഗ്രസിന് കുടുംബം തന്നെയാണ് പാർട്ടി. അവിടെ കുടുംബത്തെ എതിർക്കുന്നത് വലിയ കുറ്റമാകുമെന്നും നരേന്ദ്രമോദി പരിഹസിക്കുന്ന സാഹചര്യവുമുണ്ട്. ഉത്തർപ്രദേശിലെ SP-BSP സഖ്യത്തെ എങ്ങനെയാണിത് ബാധിക്കുക? പൊതുവിൽ രാജ്യത്തെ രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന നിലക്ക് സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പ്രിയങ്കയുടെ വരവ് സ്വാധീനിക്കുക? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങളാണ് ഈ ചർച്ചയിൽ ഉയരുക. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇന്ന് ഇതാണ്: പ്രിയങ്കയുടെ വരവ് BJPക്ക് ഭീഷണിയാകുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. പ്രിയങ്കയുടെ വരവ് BJPക്ക് ഭീഷണിയാകുമോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ് കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ തത്സമയം പങ്കെടുക്കുന്നു. CPM നേതാവ് MP ശ്രീ A സമ്പത്ത് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹവും തിരുവനന്തപുരത്താണുള്ളത്. 3 പേരിലേക്കും ചർച്ചയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ KV തോമസ് കൊച്ചിയിൽ, ശ്രീ A സമ്പത്തും ജേക്കബ് ജോർജും തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KV തോമസ്, ഞാൻ താങ്കളിലേക്കല്ല ആദ്യം വരുന്നത്. കോൺഗ്രസിനോട് എതിർപ്പുള്ള രാഷ്ട്രീയ പക്ഷത്തിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A സമ്പത്ത്, ഈ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരമപ്രധാനമായ ഒന്നാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്നാണല്ലോ CPMന്റെയും നിലപാട്. ഈ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധപക്ഷത്തിന് ഊർജവും ശക്തിയും നൽകുന്നൊരു തീരുമാനമായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഔദ്യോഗികമായ വരവിനെ CPM കാണുന്നുണ്ടോ? CPMന് മറ്റൊരു പാർട്ടിയുടെ സംഗതിയാണെങ്കിൽ തന്നെയും CPMന് ഈ വരവിൽ സന്തോഷമുണ്ടോ? ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. CPMൻ്റെ അംഗമായിട്ടുള്ള, CPMൻ്റെ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള സമ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിയാകുന്നതിനെ സംബന്ധിച്ചോ ആകാതിരിക്കുന്നതിനെ സംബന്ധിച്ചോ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. മറ്റൊരു വിഷയം, രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഇത് നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമൊന്നുമല്ല. നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമേ ആയിരുന്നില്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ കണ്ടതായിട്ടുള്ള ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ. ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 4.5 വർഷക്കാലത്തിനിടയിൽ നടന്ന എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJPയുടെ സ്ഥാനാർത്ഥികൾ നീറ്റായി തോറ്റു, ദയനീയമായി തോറ്റു. വലിയ സംസ്ഥാനമായ UPയിലെ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും, ഞാനത് എടുത്തു പറയാൻ കാരണം എന്തെന്ന് പറയാം, ഈ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേള വരെയും ആ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തങ്ങളുടെ ലോക്സഭാംഗത്വം പോലും രാജിവെച്ചിരുന്നില്ല. ഞാൻ അന്ന് ഈ പ്രതിപക്ഷങ്ങളുടെ എല്ലാം സ്ഥാനാർത്ഥിയുടെ ഈ ഏജൻ്റായി അവിടെ പാർലമെൻറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നതാണ്. വോട്ട് പെട്ടിയിൽ അവസാനം സീൽ ചെയ്യുന്നത് വരെയും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം BJPയുടെ 2 MPമാരും വന്ന് വോട്ട് ചെയ്തില്ല എങ്കിൽ പോലും വെങ്കയ്യ നായിഡു ജയിക്കും. പക്ഷേ ഇതിനെല്ലാം എത്ര ജാഗ്രതയോടുകൂടിയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടതായ കാര്യം, ഇതെല്ലാം നടക്കുമ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന നിയമസഭകളിലേക്ക് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ BJP പരാജയപ്പെടുകയാണ്. നേതാവിൻ്റെ മുഖം നോക്കിയല്ല ജനങ്ങളുടേതായ നീറുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ നടത്തുന്നത്. എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി 1977 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒന്നും ഈ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരു നേതാവിനെയായി എടുത്തു ഉയർത്തിക്കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ശ്രീ ജയപ്രകാശ് നാരായണൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പോലും ഉണ്ടായില്ല. അതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാമല്ലോ. ശ്രീ വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതും ദേവഗൗഡ പ്രധാനമന്ത്രിയായതും അതുപോലെ തന്നെ ഐ.കെ. ഗുജറാൾ പ്രധാനമന്ത്രിയായതും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് അത് ജനങ്ങൾ തന്നെ അവിടെ നേതാക്കളായി സ്വയം ഉയർന്നു വരികയാണ്. അവർ ആ വിധിയെഴുത്തിൽ സജീവമായി പങ്കെടുക്കുകയാണ്. അങ്ങനെ അവർ പങ്കെടുക്കുന്നത് ഇന്നലെയും നമ്മുടെ മുന്നിൽ വന്ന പത്രങ്ങളിലെല്ലാം കണ്ടതായ വളരെ ദുഃഖകരമായ വാർത്തയുണ്ടല്ലോ. ആ ദുഃഖകരമായ വാർത്ത എന്നുള്ളത് അതിസമ്പന്നർ അങ്ങനെ വീണ്ടും അതിസമ്പന്നരായി കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് മാറിയപ്പോൾ ദരിദ്രർ വല്ലാതെ കുത്തുപാളയെടുക്കുന്ന നിലയിലേക്ക് എത്തുകയും ഇന്ത്യയുടെ ഈ പ്രകൃതി സമ്പത്തും ഇന്ത്യയുടെ ആസ്തി സ്വത്തുക്കളെല്ലാം വളരെ ചെറിയ ഒരു വിഭാഗം കുടുംബങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കോർപ്പറേറ്റുകൾ ആ വിധത്തിലേക്ക്. അപ്പോൾ ചുരുക്കത്തിൽ നടക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ പോലും മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും കമ്മ്യൂണൽ പവർ കൊണ്ടും കോർപ്പറേറ്റുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സ്ഥിതി സംജാതമാകരുത് എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. ഇവിടെ മോദി സർക്കാരിൻ്റെ പടിയിറക്കം വാസ്തവത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും കനത്ത താക്കീത് ഏറ്റവും ഒടുവിൽ നടന്ന 2 ദിവസത്തെ അഖിലേന്ത്യാ പൊതു പണിമുടക്കമാണ് എന്ന കാര്യം കൂടി നാം ഓർക്കണം. അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പൊതുപണിമുടക്കത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ അവിടെ ബന്ദായി മാറുകയുണ്ടായി. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ തൊഴിലാളികൾ പണിമുടക്കുകയും സർക്കാർ ജീവനക്കാരടക്കം പണിമുടക്കുകയും അങ്ങനെയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചൊന്നും ഈ മാധ്യമങ്ങൾ പോലും സ്വപ്നേപി വിചാരിച്ചതല്ല. ഇവിടെ വാസ്തവത്തിൽ മോദി സർക്കാർ അവർ പടി ഇറങ്ങുന്നതായിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ പ്രാദേശിക കക്ഷികളെന്ന് പലപ്പോഴും കോൺഗ്രസും BJP വിവക്ഷിച്ചതായിട്ടുള്ള പാർട്ടികൾ, ആ പാർട്ടികൾക്കടക്കം ഒരു വലിയ സേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംജാതമായിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് ഒരു പോസ്റ്റ് ഇലക്ടറലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സും പോസ്റ്റ് ഇലക്ടറലായിട്ടുള്ള അലയൻസുകളും ഒക്കെയാണ് ഉണ്ടാവുക. ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം എന്നുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള കേളികെട്ട് ഉയരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവുന്നതൊന്നും ആവുകയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകൾ ചില പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ആ പരിപാടികൾക്ക് നൽകുന്ന പിന്തുണ, ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിൻ്റെ മുഖം കാട്ടിക്കൊണ്ടൊന്നും ആയിരുന്നില്ലല്ലോ അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും വന്നത്. എന്നാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഇവിടെ പ്രധാനമന്ത്രിയായി. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒന്നുകൂടെ പ്രിയങ്ക ഗാന്ധി എന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഊന്നി നിന്നുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ വി തോമസ്, ഇവിടെ രാഷ്ട്രീയമായിട്ട് ശ്രീ എ സമ്പത്ത് പറഞ്ഞതുപോലെ അനവധിയായിട്ടുള്ള വിഷയങ്ങൾ പ്രധാനമായിട്ട് വരുന്ന നരേന്ദ്രമോദി പക്ഷത്തിനൊരൽപ്പം ക്ഷീണമുണ്ടാകാൻ പോവുകയാണെന്ന തോന്നൽ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെയാണ്, ആ കാലത്ത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി കൂടെ വരുന്നത്. തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ ഊർജ്ജം നൽകുന്ന കാര്യമാണത്. നോക്കൂ, പക്ഷേ BJPയുടെ വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശേഷിയില്ലായ്മയെക്കുറിച്ച് അവർക്ക് തന്നെയും ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ കൂടെ ഇറക്കുന്നത് എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് ഒറ്റക്ക് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ഈ മോദി പക്ഷത്തിനെതിരായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാനാവുകയില്ല എന്ന ആലോചന കൂടെ ഉണ്ടോ പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് പിന്നിൽ? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് പ്രസിഡൻ്റായതിനു ശേഷം അതിനു മുമ്പും തൻ്റെ കഴിവുകൾ വളരെ വ്യക്തമായി പ്രകടിപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല, രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ സോണിയാഗാന്ധിയോടൊപ്പം പ്രിയങ്ക വധേര എന്നറിയപ്പെടാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അവരുടെ ഭർത്താവിൻ്റെ പേര്. പിന്നീട് വരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിനുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, പ്രവർത്തകർ, കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം, കോൺഗ്രസ് ശക്തിപ്പെടുത്തിയേ പറ്റൂ എന്നാഗ്രഹിക്കുന്ന ലക്ഷങ്ങൾ, ഇവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിറക്കണമെങ്കിൽ, നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ തകർക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം. അവിടെയാണ് ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരെയും കൈകോർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്
ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം സോണിയാഗാന്ധിയും പ്രിയങ്ക വധേരയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ വലിയ ശക്തമായ ഒരു രാഷ്ട്രീയ നേതൃത്വ നിര തന്നെയുണ്ട്. ശ്രീ കെ വി തോമസ്, അവിടെ നരേന്ദ്രമോദി ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രതികരണം വന്നത്, ഞങ്ങൾക്ക് BJP-ക്കാർക്ക് പാർട്ടി തന്നെയാണ് കുടുംബം, പക്ഷേ കോൺഗ്രസ്സുകാരെ നോക്കൂ, അവർക്കൊരു കുടുംബമാണ് പാർട്ടി, അവരുടേതൊരു കുടുംബമാണ് പാർട്ടി, ആ കുടുംബത്തിനെതിരെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ അത് വലിയ കുറ്റമാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടിയാണോ രാജ്യം ഭരിക്കേണ്ടത്? ഒരൊറ്റ കുടുംബത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ രാജ്യം ഭരിക്കേണ്ടതെന്ന ചോദ്യം വരും ദിവസങ്ങളിലും ആ ഭാഗത്ത് നിന്ന് സജീവമായിട്ടുണ്ടാകും. ഇടക്കാലത്തൊന്ന് മാറിയിരുന്ന കുടുംബവാഴ്ച എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപത്തിന്, വിമർശത്തിന് കുറെ കൂടെ ശക്തി പകരുന്നതാവുകയില്ലേ പ്രിയങ്ക ഗാന്ധിയുടെ വരവ്? പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ലേ? അവരെ വലിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത്, ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നത് ഈ കുടുംബവാഴ്ച എന്ന ആക്ഷേപത്തിന് ശക്തി പകരുകയില്ലേ? UPA 1 UPA 2 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോയപ്പോൾ ആ UPA 1നെയും 2 ഗവൺമെൻറ്റുകളെ നേതൃത്വം കൊടുത്തതും നയപരമായി നയിച്ചതും സോണിയാഗാന്ധി തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുടുംബത്തോട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള ഒരു ചരിത്രമാണ്. ആ കുടുംബം കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നും സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്നത്. BJPയും നരേന്ദ്രമോദി എന്തു പറഞ്ഞാലും ഇന്ന് നരേന്ദ്രമോദി ഇല്ലെങ്കിൽ BJP ഒന്നുമല്ല. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2014 ഇലക്ഷൻ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയുടെ നാവ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വാഗ്ദോരണി തന്നെയാണ്. ഏത് സംശയമൊന്നും ആ കാര്യത്തിലില്ല. അപ്പോൾ എല്ലാ പ്രസ്ഥാനത്തിലും നയിക്കാൻ ആളുകൾ വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുടുംബം ഞങ്ങൾക്കെന്നും ശക്തിയും ധൈര്യവും മുന്നോട്ടുള്ള നീക്കത്തിന് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പ്രേരക ശക്തിയായി നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്ക വധേര വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഇതാ നമുക്ക് ശക്തി പകരാൻ ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് പ്രിയങ്കയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവർ ഇന്ദിരാഗാന്ധിയുടെ ഒരു മറുവശമായി മറു ഫേസായി മുഖമായി എല്ലാവരും കാണുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയുടെ എക്കാലത്തെയും ആവേശമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്ക വധേര വരുമ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്നത്. അതാണ് ശ്രീ എ സമ്പത്ത്. ഇവിടെ രാഷ്ട്രീയമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ താങ്കൾ പറയുന്ന പോലെ അനവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളപ്പോൾ തന്നെയും ഈ ഗാന്ധി കുടുംബത്തിനകത്ത് നിന്ന്, നെഹ്റു കുടുംബത്തിനകത്ത് നിന്ന് എത്ര ആളുകൾ വന്നാലും അത് കൂടുതലായ കാര്യമാവുകയില്ല. രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് പോസിറ്റീവായിട്ടാണ് കോൺഗ്രസിന് ഭവിക്കുക എന്നാണ് കോൺഗ്രസ് വിചാരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ തെളിവായിട്ട് വേണം ഇതിനെ കൂടെ കാണാൻ. ആ നിലക്ക് അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? ഇവിടെ BJP ഈ കുടുംബവാഴ്ച എന്നതിനെ ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള ഫാക്ടറായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസ് ശ്രീ കെ വി തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾക്കതൊരു കരുത്താണ് എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചർച്ചയാവുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഉണ്ട്, അതവിടെ നിൽക്കുമ്പോൾ തന്നെയും ഈ രണ്ട് വിഷയങ്ങൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും പറയുന്ന കാര്യങ്ങൾ ചർച്ചയാവുകയാണെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന ഞങ്ങളുടെ ശക്തിയാണ് ഈ കുടുംബവാഴ്ച എന്ന് നിങ്ങൾ വിളിക്കുന്ന കാര്യം എന്നത് പോസിറ്റീവായി തന്നെയാണോ ഭവിക്കുക മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന്? ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രവർത്തിക്കാനായി കടന്നു വരാം. അവരുടേതായിട്ടുള്ള കഴിവുകളും ജനകീയ അംഗീകാരവും അതെല്ലാം തന്നെ അവരെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നേക്കാം, ജനപ്രതിനിധികളാകാം, ഭരണസാരഥ്യത്തിലേക്ക് എത്താം. അതൊന്നും ഒരു തെറ്റും കുറ്റവുമായിട്ടൊന്നും നമ്മളാരും കരുതേണ്ടതില്ല. ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് അത്തരത്തിൽ ഒന്നിലേറെ വ്യക്തികൾ വന്നു, അത് ഒരു തലമുറയിൽപ്പെട്ട ഒന്നിലേറെ ആളുകൾ ഒരേ സമയത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സിന് അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് നേട്ടമുണ്ടാകട്ടെ. ജനങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നുവെങ്കിൽ അങ്ങനെ അംഗീകരിക്കട്ടെ. അതിന് മറ്റാരും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഒരാളെ ഇങ്ങനെ ഓട് പൊളിച്ച് ഇറക്കുന്നത് പോലെ ഇറക്കുകയോ സ്വയംഭൂവായി വരുന്നത് പോലെയോ അത്തരത്തിൽ വരുമ്പോഴാണല്ലോ പലപ്പോഴും പറയുക, ഇങ്ങനൊരാളെപ്പറ്റി ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു, ഇത്തരത്തിൽ ഇപ്പോൾ പെട്ടെന്നൊരാൾ ഇങ്ങനെ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്തായാലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം മാതാവിന് വേണ്ടിയും സഹോദരന് വേണ്ടിയും വോട്ട് അഭ്യർത്ഥിച്ച് പോവുകയും കോൺഗ്രസിൻ്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം അവർ അത്തരത്തിൽ അവിടെ ഒരു സജീവ സാന്നിധ്യമാവുകയും ഒക്കെ ചെയ്തത് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം, പ്രധാനമന്ത്രി മോദി
വളരെ വളരെ കെയർഫുള്ളായി, ആ ഇംഗ്ലീഷ് പദം ഞാൻ ഉപയോഗിക്കുകയാണ്, ലോക്സഭയിൽ കഴിഞ്ഞൊരു ഏതാണ്ട് 4.5 കൊല്ലം ഇരുന്ന ആ ഒരു അനുഭവത്തിൽ പറയുകയാണ്. നേരത്തെ പാർലമെൻറ്റ് അംഗമായി കഴിഞ്ഞ ഈ 15 ലോക്സഭയുടെ കാലത്തുള്ളതല്ല, ഇപ്പോഴത്തെ 16 ലോക്സഭയുടെ കാലത്ത് BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ തന്നെ വരാറില്ല. 2 പ്രധാനമന്ത്രി PMOയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാറേയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ഇടപെട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം നൽകാറില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ പറയേണ്ടത് പുറത്താണ് പറയാറ്, ഇന്ത്യയിൽ പറയേണ്ടത് വിദേശത്ത് പോയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വിശ്രമത്തിന് വേണ്ടി പെട്ടെന്നൊന്ന് വന്ന വേഷമെല്ലാം മാറി പിന്നെ ഒന്ന് റിഫ്രഷായി പിന്നെ തിരിച്ചു പോകുന്നത് പോലെ പോകുന്ന നിലയിലേക്ക് വരുമ്പോൾ അങ്ങനെ അതൊരു കളിയാക്കി പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പാർലമെൻറ്റിനുള്ളിലുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക, ലോക്സഭാ TV ഒന്ന് പരിശോധിക്കുക. വളരെ വളരെ കെയർഫുള്ളാണ്, വളരെ ബോധപൂർവമാണ്. എന്താണത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ഒരിക്കലും പരാമർശ വിഷയമാകാതെ ഇരിക്കുക. നെഹ്റു എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു പ്രതിഭാസമാകട്ടെ ബിംബമാകട്ടെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നെഹ്റുവിനൊരു സ്ഥാനമുണ്ട്. അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇടതുപക്ഷക്കാരായാലും കോൺഗ്രസിൻ്റെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾക്കായിരുന്നാലും തലമുറകളോളം നിഷേധിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നെഹ്റുവിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടും അദ്ദേഹത്തിൻ്റെ നടപടികളോടും പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യും. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എനിക്ക് മുമ്പ് ശൂന്യതയും എനിക്ക് ശേഷം പ്രളയവും എന്നുള്ള അത്തരത്തിലുള്ളൊരു നിലപാട് ഒരു പ്രധാനമന്ത്രിയും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തതാണ്. പ്രധാനമന്ത്രി എന്ന പദത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായി ഭരണഘടനാ സ്ഥാപനങ്ങളോട് കാട്ടേണ്ടതായിട്ടുള്ള ആദരവും ബഹുമാനവും അത് സംരക്ഷിക്കാനായി തന്നെ അദ്ദേഹം നിലകൊള്ളേണ്ടതും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു മാരിവില്ലിൻ്റെ മനോഹാരിത പോലും സംരക്ഷിക്കാനായി കഴിയുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു അര മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കട്ടെ. നെഹ്റുവിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ തന്നെ ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യം, സഖാവ് AK പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിരിക്കുന്ന വേളയിൽ തൻ്റെ മന്ത്രിസഭയിലെ വളരെ അടുത്ത സഹപ്രവർത്തകരെക്കുറിച്ച് പലപ്പോഴും ആരോപണങ്ങൾ ലോക്സഭയിലും പലപ്പോഴും വന്നിട്ടുള്ളപ്പോഴും ചില സംശയങ്ങൾ ഉടലെടുത്തിട്ടുള്ളപ്പോഴും ഒക്കെ സഖാവ് AK പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവിനെ തൻ്റെ ചേംബറിലേക്ക് സഭ പിരിഞ്ഞതിന് ശേഷം ഒന്ന് ചായയ്ക്ക് വരാമോ എന്ന് ഒരു കുറിപ്പ് കൊടുത്തയച്ച് അദ്ദേഹത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ കേൾക്കാൻ, ശ്രവിക്കാൻ, അത് ഉൾക്കൊള്ളാൻ നെഹ്റു കാണിച്ചിരുന്ന ഒരു ആർജവമുണ്ടായിരുന്നു. അദ്ദേഹം സഖാവ് AK പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസിദ്ധമായ വാചകമാണ്, ഐ മേ ബി സ്പീക്കിംഗ് ഇൻ ബ്രോക്കൺ ഇംഗ്ലീഷ് ബട്ട് ഐ വിൽ നോട്ട് സ്പീക്ക് ബ്രോക്കൺ ട്രൂത്ത് എന്ന് AK പറഞ്ഞത്. അദ്ദേഹം അവഗാഹമായ പാണ്ഡിത്യമൊന്നും ഇംഗ്ലീഷിലുണ്ടായിരുന്നില്ല നെഹ്റുവിനെ പോലെയൊന്നും. പക്ഷേ ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ല, പ്രധാനമന്ത്രി അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അദ്ദേഹം ബേജാറുമല്ല എന്ന് പറയുമ്പോൾ നെഹ്റുവിൽ നിന്ന് മോദിയിലേക്കുള്ള ദൂരം എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിബ്ജ്യോർ എന്ന് പറയാവുന്നത് പോലെ ആ ഒരു മാരുവില്ലിൻ്റേതായ മനോഹാരിത, പ്രതിപക്ഷത്തെ ബഹുമാനിക്കുക, പ്രതിപക്ഷ പാർലമെൻറ്റ് അംഗങ്ങളോടൊപ്പം തന്നെ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യു സീ ദ ബ്യൂട്ടി ഓഫ് ദ ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ള നിലയിലേക്ക് അങ്ങനെ തന്നെ അദ്ദേഹം പറയുമായിരുന്നത്. ഇതെല്ലാം മാറി പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് കോർപ്പറേറ്റ് തലവന്മാരാണ്, പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരെന്ന് പറയുന്നതെല്ലാം ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ വക്താക്കളാണ്, അത്തരത്തിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന നിലയിലേക്ക് എത്തുക. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം ദി ഗവൺമെൻറ് ഫോർ ദ കോർപ്പറേറ്റ്സ്, ബൈ ദ കോർപ്പറേറ്റ്സ് ആൻഡ് ഓഫ് ദ കോർപ്പറേറ്റ്സ് എന്നുള്ള നിലയിലേക്ക് അത് മാറിപ്പോവുകയാണ്. ഇവിടെ നെഹ്റുവിൽ നിന്ന് അതിൻ്റെ നേരെ വിപരീതമാണ് മോദി എന്നുള്ളത് പറയാതെ നിർവാഹമില്ല. വളരെ മുതിർന്ന എത്രയോ മാധ്യമ പ്രവർത്തകരടക്കം ഡൽഹിയിൽ നിന്ന് അവരെല്ലാം ഈ പാർലമെൻറ്റ് നടപടിക്രമങ്ങളെല്ലാം തലമുറകളോളം വീക്ഷിക്കാൻ ഇടയായിട്ടുള്ളവരെല്ലാം അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അതൊരിക്കലും പൂർണ്ണമാവില്ല. ഗാന്ധിജിയേക്കാൾ മഹാനാണ് മോദി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിയതും നടത്തിക്കൊണ്ടിരുന്നതുമായ ഒരു വലിയ പരിശ്രമമുണ്ട്. ആ പരിശ്രമം അത് ഈ സോപ്പ് കുമിള പോലെ പൊട്ടി പോവുകയാണ്. ഇവിടെ ഞാനിത് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനായി ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിലേക്ക് സജീവ പ്രവർത്തനത്തിലേക്കും അതിൻ്റെ നേതൃത്വത്തിലേക്കും വരുന്നുവെങ്കിൽ അതെല്ലാം മാഷ് പറയട്ടെ, തോമസ് മാഷ്. ശരി, അതാണ് അതിൻ്റെ ശരി. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മറ്റ് എതിർ
BJP-യുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന മറ്റു പാർട്ടികൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഒരു പൊതു രാഷ്ട്രീയ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പാർട്ടി അവരുടെ നേതൃത്വത്തിലേക്ക് ഒരാളെ, കുറേ കാലമായിട്ട് ആ നേതൃത്വത്തിലുള്ള ഒരാളെ ഔദ്യോഗികമായിട്ട് സ്ഥാപിക്കുന്നുവെന്ന് കണ്ടാൽ തന്നെയും മതി. പക്ഷേ അപ്പോഴും ശ്രീ സമ്പത്ത് സംസാരിക്കുന്നതിലുടനീളം ഉണ്ടായിരുന്ന നെഹ്റു ബഹുമാനമർഹിക്കുന്നയാളാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ എന്ന രാഷ്ട്രീയമായിട്ടുള്ള വിശകലനം, ഈ കുടുംബവാഴ്ച എന്നതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് BJP മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ആ കുടുംബത്തെ സംബന്ധിച്ച് എന്ന് കോൺഗ്രസിനെ എതിർക്കുകയും ഇത്തരം വ്യക്തിപരമായ സവിശേഷതകളെ ഒട്ടും പൊക്കിക്കാണിക്കാൻ താല്പര്യപ്പെടാത്തതുമായ CPM പോലുള്ള പാർട്ടികൾക്കടക്കം പറയേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുക എന്നതുകൂടെ ഉണ്ടാകും പ്രിയങ്ക ഗാന്ധിയുടെ വരവിലൂടെ. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അതൊരു കുടുംബവാഴ്ചയുടെ തെളിവാണ് എന്ന് BJP പറയുമ്പോൾ ഈ കുടുംബം അതിൻ്റെ തലപ്പത്തിരുന്നയാൾ വല്ലാത്ത തോതിൽ ഇങ്ങനെ അപഹസിക്കപ്പെടേണ്ട ആളുകളല്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു അവസരം കൂടെ കിട്ടുകയും ചെയ്യുകയാണ്. ആ അർത്ഥത്തിൽ ഗുണമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ BJPക്ക് എതിർക്കാൻ ഈ കുടുംബവാഴ്ച എന്ന പോയിന്റ് ഒന്നുകൂടെ ശക്തിപ്പെട്ട് കിട്ടുന്ന വിധത്തിൽ ദോഷമാണോ ഉണ്ടാവുക കോൺഗ്രസിന് എന്ന ചോദ്യം വന്നാൽ താങ്കൾ എന്തായിരിക്കും പറയുക? അത് സനീഷേ, കേരളത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യ ഒരു വിശാലമായ രാഷ്ട്രമാണ്. പല സംസ്ഥാനങ്ങൾ, പല ഭാഷകൾ, പലവിധ ജാതിക്കാർ, പല വിധത്തിലുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എന്തൊക്കെയാണെങ്കിലും അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ അതിൻ്റെ പിന്തുണ രേഖപ്പെടുത്തും? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ആ ചോദ്യം അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടിയും CPM എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട MP A സമ്പത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നെഹ്റു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ട വലിയ നേതാവാണ്. ലോക നേതാക്കന്മാരോടൊപ്പം ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഒരേ ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു എന്ന് തന്നെ പറയാം. അദ്ദേഹം വലിയ അമ്പലങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതേയില്ല. അദ്ദേഹമാണ് ഇന്ത്യക്ക് വളർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIT, IIM, NID തുടങ്ങിയ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വലിയ വലിയ ഗവേഷണ കേന്ദ്രങ്ങൾ, വലിയ വലിയ അണക്കെട്ടുകൾ, ഫക്ര നങ്ങൾ പോലെ വലിയ വലിയ പ്രതിരോധ സ്ഥാപനങ്ങൾ, ഇതൊക്കെ സ്ഥാപിച്ചത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതാവ് തന്നെയാണ് ജവഹർലാൽ നെഹ്റു. 10 വർഷം കൊണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് സനീഷ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ ഒരു ചേരി ഉണ്ടാക്കുന്ന പതിവ് രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ഇന്ന് കോൺഗ്രസുമായിട്ട് കൂട്ടിച്ചേർന്നാണെങ്കിലും BJP എന്ന മുഖ്യ ശത്രുവിനെ തുരത്താൻ വേണ്ടി സംസ്ഥാന തലങ്ങളിൽ പാർട്ടികൾ ഒന്നിക്കുന്നു. ബംഗാളിൽ മമതയാണെങ്കിലും ഇവിടെ ഇങ്ങേയറ്റം വന്ന് തെലുങ്ക് ദേശത്ത് നോക്കിയാൽ, ആന്ധ്രാപ്രദേശ് നോക്കിയാൽ, തമിഴ്നാട് നോക്കിയാൽ പ്രാദേശിക കക്ഷികൾ, അവിടെ ഉയർന്നു നിൽക്കുന്ന പ്രാദേശിക കക്ഷികൾ ഐക്യമുണ്ടാക്കുകയാണ്, ഐക്യമുന്നണികൾ ഉണ്ടാക്കുകയാണ്. അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഒരു നേതൃത്വത്തിലേക്ക് ഒരു പുതിയ ആൾ വരുന്നത് ഈ പാർട്ടികൾക്കൊന്നും ഒരു പ്രശ്നമല്ല. അത് വിജയത്തിലേക്ക് നയിക്കും എന്നുണ്ടെങ്കിൽ, കോൺഗ്രസിനെ ഒരു പടി കൂടെ മുന്നിലെത്തിക്കാൻ അതിന് ശേഷിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ കൈയയച്ച് സഹായിക്കും എന്ന് തന്നെയാണ് സമ്പത്ത് നൽകുന്ന സൂചന. രണ്ടാമത്തെ കാര്യം, നേരത്തെ KV തോമസ് മാഷ് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട, ഇന്ത്യയെ പോലെ ദരിദ്ര നാരായണന്മാർ താമസിക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ള ഒരു ചാമിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് പ്രിയങ്ക ഗാന്ധി എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇന്ദിരാഗാന്ധി എങ്ങനെ ജനങ്ങളെ കയ്യിലെടുത്തു, അതേപോലെ തന്നെ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കാനും ആത്മാർത്ഥമായ ഒരു ബാന്ധവമുണ്ടാക്കാനും ശേഷിയുള്ള ഒരു വലിയ ആൾ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് സംസാരിക്കും, വളരെ ലളിതമായ വേഷരീതി, വളരെ ലളിതമായ സംസാര രീതി. പക്ഷേ ആ രീതികൾക്കൊക്കെയും ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയും ചാരുതയുമുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാക്കും. ആ ജേക്കബ് ജോർജ് അവിടെ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകളെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ കുടുംബവാഴ്ച എന്താണ് എന്ന് പലതവണയായിട്ട്
ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് BJP സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ അധികാര പദവി ഉപയോഗിച്ചിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ശേഷി ഉപയോഗിച്ചിട്ട് വലിയ തോതിലുള്ള അഴിമതികൾ നടത്തിയൊരു പാർട്ടിയാണ്. അഴിമതികൾ നടപ്പാക്കിയ ഒരു കുടുംബമാണ് എന്നുകൂടെ സ്ഥാപിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആ നേരത്താണ് ഉണ്ടാകുന്നത്. ആരാണ്? റോബർട്ട് വാദ്ര. നേരത്തെ തന്നെ അഴിമതി ആരോപണങ്ങളും മറ്റു കുഴപ്പങ്ങളുമൊക്കെ BJP സ്ഥാപിച്ചിട്ടുള്ള ഒരാൾ കൂടെ അവർക്കൊപ്പം ചിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ട്വീറ്റ് ചെയ്തതിനു ശേഷം റോബർട്ട് വാദ്രയുടെ വരവ് കൂടെ അതോടൊപ്പം ചേർന്നുണ്ടാകുന്നുണ്ട്. റഫേലാണ് ഈ തവണത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്ന്. റഫേൽ വിഷയമാക്കിയിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ BJPക്ക് ഒന്നുകൂടെ എളുപ്പമാവുകയല്ലേ ചെയ്യുന്നത് ഇവരുടെ പഴയകാല അഴിമതികളെ കുറിച്ച് നാട്ടുകാരെ ഓർമ്മിപ്പിക്കാൻ. പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് അങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടെ ഉണ്ടെന്നത് കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ്. ഒന്ന്, കുടുംബത്തിൽ നിന്ന് മൂന്നാമതൊരാൾ വരുന്നു. അമ്മയ്ക്കും മകനും ശേഷം അമ്മയുടെ മകൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അത് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു എന്നുള്ളത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്കെതിരെ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കനപ്പെട്ട പ്രചാരണ ആയുധം തന്നെയാണ്, യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, നേരത്തെ സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ റോബർട്ട് വധേരയുടെ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം, അദ്ദേഹത്തിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന് പിരിമുറുക്കാനായിരിക്കും ഇനി BJP നേതൃത്വം ശ്രമിക്കുക. അത് കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും. സനീഷ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ സ്വാഭാവികമാണ്. മുമ്പ് കോൺഗ്രസും ഇതൊക്കെ പയറ്റിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ ഇന്റലിജൻസ് ബ്യൂറോ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിലായിരുന്നപ്പോൾ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രചാരണത്തിലൂടെയുള്ള ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ ഏറ്റവും ശക്തമായ പ്രചാരണം നടത്തുന്നവർ, ഇപ്പം നമുക്കറിയാമല്ലോ, 2004 തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇന്ത്യ ഷൈനിങ് എന്നതായിരുന്നു. പക്ഷേ ആ ഷൈനിങ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എവിടെയും തിളക്കമുണ്ടായില്ല. തിളക്കമുണ്ടായിന്ന് ഗവൺമെന്റ് അവകാശപ്പെട്ടപ്പോൾ ആ തിളക്കം കാണാൻ ജനങ്ങൾക്ക് കഴിയണ്ടേ? അത് കണ്ടില്ല. അതാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. UPA ഒന്ന് നിലവിൽ വന്നു. അതേപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നോക്കുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി? ജനങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ സൗകര്യം, ഞങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നുവോ? അതിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് വിലയിരുത്തി തന്നെയായിരിക്കും വോട്ട് ചെയ്യുക. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ A. സമ്പത്ത്, ശ്രീ KV തോമസ്, രണ്ടുപേരിലേക്കും ഞാൻ വരാം. എനിക്ക് ഉത്തർപ്രദേശിലെ SP-BSP സഖ്യത്തെ ഇവരുടെ വരവ് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്ന കാര്യത്തിലേക്ക് കൂടെ വരേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ A. സമ്പത്ത്, ഇവിടെ നോർത്തിലെ ഉത്തരേന്ത്യയിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാവുന്ന, അത് പാർലമെന്റിലിരുന്ന് നേർക്കുനേർ തന്നെ കാര്യങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്ക്, ആ വിശകലനം എന്ന നിലക്കാണ് ഞാൻ താങ്കളോട് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ പറയുന്ന സ്വജനപക്ഷപാതവും അഴിമതിയും പോലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന് മേലത് മോദി സർക്കാരിന് വീഴ്ചയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മായാവതിക്കും അഖിലേഷ് യാദവിനും അടക്കം അവരുടെ മഹാസഖ്യവേദിയിലടക്കം കോൺഗ്രസിനെയും വിമർശിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ അഴിമതി, സ്വജനപക്ഷപാതം, കുഴപ്പം പിടിച്ച കാര്യങ്ങളൊക്കെ എതിർക്കാതെ രാഷ്ട്രീയ പക്ഷങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ വിഷയം BJPക്ക് അനുകൂലമായിട്ട് ഒന്നുകൂടെ ഊർജിതപ്പെടാൻ ഇപ്പോഴത്തെ ഈ വരവ്, പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഉപകരിക്കുകയില്ലേ BJPക്ക്? ഈ റോബർട്ട് വാദ്രയുടെയൊക്കെ സാന്നിധ്യം, ഞാൻ ആവശ്യപ്പെടുന്നത് താങ്കളുടെ CPM നേതാവ് നിലക്കുള്ള കാര്യങ്ങളല്ല, ഈ അവിടുത്തെ രാഷ്ട്രീയത്തെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന നിലക്കാണ്. അത് BJPക്ക് കരുത്ത് നൽകുകയല്ലേ ചെയ്യുക രാഷ്ട്രീയ പ്രചാരണ വേദിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ്? ഉത്തർപ്രദേശിൽ ഇത് എന്ത് ചലനമാണ് ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. കാരണം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒരുപക്ഷെ നാലാമത്തെയോ വലിയ പാർട്ടിയല്ല. അവിടെ SP-BSP സഖ്യം അല്ല, അവർ ധാരണയിലെത്തിയാൽ പോലും, സഖ്യമുണ്ടായില്ല ധാരണയിലായാൽ പോലും അതല്ല അവർ തമ്മിൽ പരസ്പരം ശത്രുതാപരമായി പോരാടാത്തൊരു നിലയിലേക്ക് മാത്രം, നീക്കുപോക്ക് മാത്രം. അതെ, തെരഞ്ഞെടുപ്പിന് അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. സഖ്യമാവാം, ഒരു പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ അങ്ങനെ വരാം. അതല്ല, ധാരണയാവാം, നീക്കുപോക്കുകളാവാം. ഇത് എങ്ങനെയൊക്കെ വന്നിരുന്നാലും ഇവർ രണ്ടു കൂട്ടരും കൂടി 2-3 സീറ്റാണ് കോൺഗ്രസ്സിന് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റേതായിട്ടുള്ള അവിടുത്തെ അവസ്ഥ, ദൗർബല്യം എന്നുള്ളതൊന്നും പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടിയൊന്നും വലിയ മാറ്റം ഉണ്ടാക്കാനായി കഴിയില്ല. ഇന്ന് കോൺഗ്രസ് പിന്നിൽ നിൽക്കുന്നതായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ,
ആ സംസ്ഥാനം ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ നിൽക്കുന്നതായിട്ടുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്. കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ നിൽക്കുന്നതായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത്? അങ്ങനെ വന്നത് തന്നെ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചിലപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ജനവിരുദ്ധവും ജനദ്രോഹപരവുമായിട്ടുള്ള നടപടികളിൽ ജനങ്ങൾ തന്നെ രോഷാകുലരായി, കൃഷിക്കാർ, തൊഴിലാളികൾ, സാധാരണ ജനവിഭാഗങ്ങൾ അത്തരത്തിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളും കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലടക്കം ഒരു മധ്യവർഗ ചിന്താഗതിയിൽ പലരും പറയും ഇവർ ഇത്തരത്തിലുള്ള സമരങ്ങളെ, പ്രക്ഷോഭങ്ങളെയെല്ലാം പല ആളുകളും കണ്ണുമടച്ച് അവഗണിക്കുകയും, ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ, ബി ജെ പിയുടെ ഒരു യുവ നേതാവ് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പിതാവ് കൊല്ലപ്പെട്ടത് കൊണ്ടാണ്. ഞാൻ പേര് പറയുന്നില്ല, സനീഷിന് അറിയാമായിരിക്കും. ആ എം പി വിളിച്ചതെന്താണ്? ഇവർ അർബൻ മാവോയിസ്റ്റുകൾ എന്നാണ് വിളിച്ചത്. നഗ്നപാതരായി അങ്ങനെ 6 ദിവസം നടന്നു വന്നവർ, അവർക്ക് തളർച്ച ഉണ്ടായില്ല, അവർ ആത്മഹത്യാ മുനമ്പിലേക്ക് പോകാൻ തയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ 1,00,000-ലധികം ആളുകൾ മാർച്ച് ചെയ്ത് വന്നത്, കയ്യിൽ ചുവന്ന കൊടിയുമായി അത്തരത്തിൽ വന്നത്. ഇവിടെ മധ്യപ്രദേശിലാണെങ്കിൽ കർഷകരുടേതായുള്ള സമരത്തിനെ ബി ജെ പി ഗവൺമെൻറ്, ചൗഹാൻ്റെ ഗവൺമെൻറ് വെടിയുണ്ട കൊണ്ടാണ് നേരിട്ടത്. 6 പേരാണ് ഒരിടത്ത് തന്നെ മാത്രം ആ വിധത്തിൽ മരിച്ചു വീണത്. ഇന്ത്യയിൽ വാസ്തവത്തിൽ ഈ സോ കോൾഡ് ലേബർ റിഫോംസിൻ്റെ ഇവിടെ കാലാകാലങ്ങളായി നമുക്ക് ലഭിച്ചിരുന്നതായിട്ടുള്ള തൊഴിലാളികളുടെയും പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾ, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലം മുതൽ അത്തരത്തിലുള്ള കുറേ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇത് പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണശാല എവിടെയായിരുന്നു? അവിടെ അത് രാജസ്ഥാനിലായിരുന്നു. വസുന്ധര രാജെ സിന്ധ്യ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായിരുന്നു. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം, ഇന്ത്യയിൽ എല്ലായിടത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഞാൻ തെക്കേ ഇന്ത്യ കൂടെ എടുത്താൽ അതിനും അപ്പുറമാവും, എല്ലായിടത്തും ഒരേ അളവുകോൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വിലയിരുത്താനായി കഴിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ഓരോ സംസ്ഥാനത്തേക്കും പോയാൽ ഓരോരുത്തെയും സ്ഥിതി വ്യത്യസ്തമാണ്. ആ സ്ഥിതി തുലവും വ്യത്യസ്തമാണ് എന്നുള്ളത് ഇപ്പോൾ ഹരിയാനയോട് ചേർന്ന് കിടക്കുകയാണ് യു പിയിൽ, ഇപ്പുറത്ത് ഡൽഹിയോട് ചേർന്ന് കിടക്കുകയാണ് യു പിയിൽ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, അപ്പുറത്ത് അതേസമയം യു പിയിൽ ആം ആദ്മി പാർട്ടി അല്ല ഏറ്റവും വലിയ പാർട്ടി. ഞാനീ പറഞ്ഞ ആദ്യത്തെ 4 പാർട്ടികളിലും അത് വരുന്നില്ല. ഇപ്പോൾ മധ്യപ്രദേശിലെടുത്താൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുള്ള പോരാട്ടം. എന്നാൽ അവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറിയാൽ പുറത്തുള്ള ലല്ലുവിനേക്കാൾ അപകടകാരിയായ ലല്ലുവാണ് അകത്ത്, ജയിലിനകത്ത് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭയം. തൊട്ടടുത്ത് ഒറീസയിലെടുത്താൽ ഒറീസയിൽ നവീൻ പട്നായിക്ക് എടുക്കുന്നതായിട്ടുള്ള നിലപാട്. ഒരൊറ്റ നിമിഷം തന്നെ ഒന്ന് നിന്നാൽ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ അല്ല. ഈ ഉത്തർപ്രദേശിന്റെ കാര്യത്തിലേക്ക് മാത്രം ഒന്നുകൂടെ ഒരു വിശകലനം ഞാൻ ആവശ്യപ്പെട്ടാൽ, ഈ കോൺഗ്രസിന് പ്രിയങ്ക ഗാന്ധി അവിടെ ഇറങ്ങുന്നത് കോൺഗ്രസിന്റെ മുന്നാക്ക വോട്ടുകളെല്ലാം സമാഹരിച്ച് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ പോകുന്നത് തടയപ്പെടും. കോൺഗ്രസിന് പുതിയതായിട്ട് ഊർജ്ജം കിട്ടിയതുകൊണ്ട് അവരുടെ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് തന്നെ വരും. SP BSP സഖ്യത്തിന് വിജയമുണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി വന്നാൽ വോട്ടിൻ്റെ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ ഒരു നമ്മൾ ആ വോട്ട് കണക്കുകൾ വെച്ചുള്ളൊരു വിശകലനമാണ്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ വരവ് കൊണ്ട് അവിടെ ചുമതലയേറ്റ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന പുതിയ ഊർജ്ജം കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് സമാഹരിക്കുന്നത് കൊണ്ട് BJPക്ക് ക്ഷീണമുണ്ടാകുമെന്നൊരു നിരീക്ഷണം ശരിയാകുമോ? അങ്ങനെ മാത്രം നമുക്ക് പറയാനായി കഴിയില്ല. നമ്മൾ മുമ്പ് അവിടെ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒരു കാര്യമുണ്ട്. ഈ അടിസ്ഥാനപരമായി ദളിത് വോട്ട് ബാങ്കാണ് കുമാരി മായാവതിയുടെ, ബഹൻജിയുടെ BSPക്ക് ഉള്ളത് എന്നുള്ള നിലയിലേക്ക് ഒരു പൊതു നിരീക്ഷണം പറയുമ്പോഴും BSPക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സവർണ വിഭാഗങ്ങളിലെ മുന്നോക്ക ജാതികളിലും മുന്നോക്ക വിഭാഗങ്ങളിലും പെട്ടവരുടെ വോട്ട് വലിയൊരളവിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൃത്യമായി ഈ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഈ ജാതി തിരിച്ച് അത് ദളിത്, യാദവ പിന്നോക്ക, മുസ്ലിം ഇങ്ങനെ പറയുകയും അപ്പുറത്ത് ബ്രാഹ്മിൻ ജാട്ട് എന്ന് നമ്മൾ പറയുകയും ആ വിധത്തിൽ അത് വാസ്തവത്തിൽ അത് കൃത്യമായി ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായി UP രാഷ്ട്രീയം അങ്ങനെ ദയവായി കാണരുത്. മറ്റൊന്ന്, ഈ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം അവർക്ക് നന്നായി ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി, ആ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകാനാണെങ്കിൽ വാസ്തവത്തിൽ അവരോട് യാതൊരു ന്യായവും ഈ BJP ചെയ്തിട്ടില്ല. എന്താ കാര്യം? ഭരണഘടനാ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ മറ്റ് ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നിയമനിർമ്മാണം ഇതിൻ്റെ അനുബന്ധമായി കൊണ്ടുവന്നിട്ടില്ല. ഭരണഘടനയിലൊരു ഭേദഗതി മാത്രം നടത്തിയത് വെച്ചാൽ ഇത് ഭരണത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല.
ഇവിടെ എന്നിട്ട് 24 ലക്ഷം വേക്കൻസികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പട്ടാളത്തിലും കേന്ദ്ര പോലീസിലും ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെ നിരവധിയായി 24 ലക്ഷമാണ്. 1 ലക്ഷം കൂടിയായാൽ 1/4 കോടിയായി. അത് കഴിഞ്ഞ 4.5 കൊല്ലമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എവിടെയാണിത്? അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഭീകരമായി നടക്കുകയാണ്. ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു അൺഹോളി നെക്സസ് ഉണ്ടല്ലോ. രാഷ്ട്രീയ മേലാളന്മാരും കോർപ്പറേറ്റ് തലവന്മാരും ഉദ്യോഗസ്ഥ തലത്തിലെ ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തുള്ളവരും, ഈ 3 കൂട്ടരും ചേർത്തുള്ള ഒരു അൺഹോളി നെക്സസ് ഉണ്ട്. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KV തോമസ്, അവിടെ ഈ രാഷ്ട്രീയ മേലാളന്മാരും കോർപ്പറേറ്റ് കക്ഷികളും തമ്മിലുള്ള സഖ്യം എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിലേക്ക് എല്ലാവരും എത്തും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം. അവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, അതോടൊപ്പം റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൂടെ ചിത്രത്തിനകത്തേക്ക് കൊണ്ടുവരില്ലേ എന്ന സംശയം വരുന്നത്. റഫേൽ വിഷയം, അഴിമതി പ്രധാനപ്പെട്ട വിഷയമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ അതേ തരത്തിലുള്ള വിഷയങ്ങളിലേക്ക്, കോൺഗ്രസിനെതിരായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ വരാൻ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇടവരുത്തുകയില്ലേ? അങ്ങനെ ഇടവരുന്നതിനെ കോൺഗ്രസ് ഭയപ്പെടേണ്ടതുണ്ടോ? 60 വർഷത്തിലധികം ഈ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയും സഹപ്രവർത്തകരും നടത്തിയ കൊള്ളയും തട്ടിപ്പും അതിൻ്റെ അടുത്തെങ്ങും കോൺഗ്രസിനെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതലുള്ള ആരോപണങ്ങളൊന്നും ഓരോന്ന് അനലൈസ് ചെയ്ത് നോക്കണം. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവസാനം തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ ബോഫേഴ്സ് ഗൺ ഇടപാടിനെ കുറിച്ച് തർക്കം പാർലമെൻറ്റിൽ തുടങ്ങുമ്പോൾ ഞാൻ അംഗമാണ് 1986. അവസാനം എന്താണ് വന്നത്? ബോഫേഴ്സ് ഗണ്ണിനെ പോലെ ഏറ്റവും നല്ലൊരു ഗണ്ണ് നമുക്ക് ലഭ്യമല്ല, ഇന്ന് ഉപയോഗിക്കുന്ന അതേ ഗണ്ണ് തന്നെയാണ്. പിന്നീട് വന്ന UPA 1-2, ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതിൻ്റെ അകത്ത് കോമൺവെൽത്ത് ഗെയിംസ് പരിശോധിച്ചു, 2G സ്പെക്ട്രം പരിശോധിച്ചു. 2G സ്പെക്ട്രത്തിൽ പിന്നീട് എന്താ പറഞ്ഞത്? അന്നത്തെ CAG പിന്നീട് പറഞ്ഞത് അതൊരു ഓവർ കാൽക്കുലേഷനായിപ്പോയി. ആ 2G സ്പെക്ട്രത്തിൻ്റെ ചാർജ് കുറച്ചത് കൊണ്ടാണ് ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടായതെന്ന്. കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് അന്ന് അന്വേഷിച്ചത് ഞങ്ങളുടെ PSC അല്ലേ അന്വേഷിച്ചത്. എന്താ പറഞ്ഞത്? അത് തുടങ്ങിയത് വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ്. 126 രാജ്യങ്ങളിലേക്ക് ലൈറ്റ് കൊണ്ടുപോയ ആ ഒരു ഇഷ്യൂ ആണ് ടോർച്ച് കൊണ്ടുപോയ ഇഷ്യൂ ആയിരുന്നു ഏറ്റവും വലുത്. അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 2G സ്പെക്ട്രം അതിലേക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കെതിരായുള്ള ആരോപണങ്ങൾ അന്വേഷണ വിധേയമായി കഴിയുമ്പോൾ ഒന്നുമില്ല. ഇവിടെ വധേരയുടെ കാര്യത്തിൽ എന്താ? റോബർട്ട് വധേര അന്വേഷിക്കട്ടെ, അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിയാണ്. ഗവൺമെൻറ് എല്ലാ ഏജൻസിയും ഉണ്ട്. ഈ ഗവൺമെൻറ് ആരോടെങ്കിലും ഔദാര്യം കാണിച്ചിട്ടുണ്ടോ? P. ചിദംബരവും നളിനി ചിദംബരവുമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകന്മാർ, അവർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ചെറുതാണോ? അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവരെല്ലാം വേട്ടയാടുകയില്ലേ? എന്തെങ്കിലും വധേരയ്ക്കെതിരായിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ, ഞങ്ങളാരെങ്കിലും എതിരല്ല. പക്ഷേ പ്രിയങ്ക വരുമ്പോൾ അത് വധേരമായിട്ട് കണക്ട് ചെയ്യേണ്ട യാതൊരു കാര്യം. വധേര അവരുടെ ഭർത്താവാണ്, അതിനെ ആദരിക്കുന്നുണ്ട്. പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും പ്രിയങ്കയ്ക്കെതിരായി ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. പ്രിയങ്കയ്ക്കെതിരായിട്ടില്ല, സോണിയാഗാന്ധിക്കെതിരായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രമിക്കുന്നുണ്ട് പലരും. ഉണ്ടെങ്കിൽ സത്യം പുറത്തു വരട്ടെ, ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ ഇത് ഈ ഒരു പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ശ്രീ എ. സമ്പത്ത്. ഇവിടെ കൃത്യമായിട്ട് എതിർക്കേണ്ടി വരുന്ന ചില പോയിന്റുകൾ ഇത്തരം ചർച്ചകളുടെ ഭാഗമായിട്ട് കോൺഗ്രസിനെതിരായിട്ട് വരും. ഇപ്പോൾ ബോഫോഴ്സിനെ തന്നെയും അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാട് കോൺഗ്രസ് പറയുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് BJP ഈ സാഹചര്യത്തെ എത്തിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് അതിനുതകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും CPM അടക്കമുള്ള കക്ഷികൾക്ക് ഇതിനെ എതിർക്കേണ്ടതായി വരികയില്ലേ? നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു വിശാല പ്രതിപക്ഷം, അത് പരസ്യമായ സഖ്യമോ സൗഹൃദമോ ഒന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് അകറ്റുക, BJP അകറ്റുക എന്നതിനുള്ള ഒരു വിശാല സഖ്യം, സൗഹൃദത്തിനെ നല്ല നിലക്ക് ചിതറിക്കുന്നൊരു കാര്യമായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് മാറുകയില്ലേ എന്നൊരു ചോദ്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും പ്രസക്തമാവുകയല്ലേ? കോൺഗ്രസ് നേതാക്കൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇന്ദു പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് സാമാന്യ ഭാഷയിൽ പറയുന്നത് പോലെ വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന അവരുടെ ഒരു സ്ഥാനം, പൊതുവിലുണ്ടായിരുന്ന ആദരവ്, അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആണ് താനും. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല.
പക്ഷേ ഈ പലരുടെയും മനസ്സിലുള്ള ഈ മുൻവിധികളോ ധാരണകളോ അതും നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടണം എന്നില്ല. ഇത് നമ്മൾ ഈ പെർസെപ്ഷൻസ് എന്നൊക്കെ പറയുമല്ലോ, അത് പലപ്പോഴും നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റീസുമായി പൊരുത്തപ്പെടണമെന്നില്ല, വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളായാൽ പോലും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള അഴിമതികൾ, ആ അഴിമതികൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ അത് ഹനിക്കുന്ന നിലയിൽ തന്നെ വിദേശ രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കിയ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ, അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമുണ്ട്. ഇതിനെല്ലാത്തിനും ഇടതുപക്ഷവും CPIM ഉത്തരം പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ നേതൃത്വം നൽകിയവരും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളും അത്തരത്തെ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, CPIMനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം തന്നെ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, കോൺഗ്രസുമായി യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സഖ്യവും ഇല്ല. ഇത് ഞങ്ങളുടെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്, ഇപ്പോൾ കോൺഗ്രസ് തന്നെ സഖ്യമുണ്ടാക്കുന്നതിന് സമാജ്വാദി പാർട്ടിയോടും BSPയോടും അങ്ങോട്ടേക്ക് അവർ തയ്യാറാണ് എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ അവിടെ ഈ സൈക്കിളും ആനയും കൈപ്പത്തിയുമായി കൂട്ടിക്കെട്ടാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിൽ, അവിടെ ആരാണ് ഇപ്പോൾ, ഹൂ ഈസ് അറ്റ് ദ ഗിവിങ് എൻഡ് ആൻഡ് ഹൂ ഈസ് അറ്റ് ദ റിസീവിങ് എൻഡ്? കോൺഗ്രസ്സിന് അത്തരത്തിൽ, കോൺഗ്രസ്സിന് അങ്ങനെ ഒരു കാന്തിക ബലമുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ഈ പ്രാദേശിക ദ സോ കോൾഡ് റീജിയണൽ പാർട്ടീസും മറ്റ് മതനിരപേക്ഷ പാർട്ടികൾ അത്തരത്തിലുള്ള അവരെല്ലാം ഈ കോൺഗ്രസ്സിനോട് ആ വിധത്തിൽ കൂടുതൽ ആഭിമുഖ്യവും അങ്ങോട്ടേക്ക് അടുക്കുകയും ചെയ്യും. അതല്ലല്ലോ അവസ്ഥ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി പോലും ഇല്ലാത്ത നിലയിലേക്കും ഇവിടെ ലോക്പാൽ ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങൾ, അതിൻ്റെ ബില്ലുകൾ വരുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവില്ല എങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ പോലും ഉൾക്കൊള്ളിക്കാതെ കരട് ബില്ല്, ആ കരട് ബില്ല് അങ്ങനെ വന്നപ്പോൾ ഇത് താങ്കളെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് പിൻനിരയിൽ നിന്ന് എഴുന്നേറ്റ് ആ വിധത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ സഭയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് മാഷിൻ്റെ KV തോമസ് മാഷിൻ്റെ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഹി വാസ് ഓൺ ഹിസ് ഹീൽസ്, അല്ലെങ്കിൽ അദ്ദേഹം അതറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ എതിർ സ്വരങ്ങളെയെല്ലാം തുടച്ചു നീക്കുക, എതിർപ്പിൻ്റേതായിട്ടുള്ള ഇടങ്ങളില്ലാതാക്കുക, അവരുടേതായിട്ടുള്ള പേരുകളും മറ്റും പാർലമെൻ്ററി രേഖകളിൽ പോലും വരാതിരിക്കുന്നതിന് സ്പീക്കർ വളരെ ബോധപൂർവം പരിശ്രമിക്കുക. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ KV തോമസ് മാഷിൻ്റെയോ സമ്പത്തിൻ്റെയോ പേര് പോലും അവിടെ ശ്രീമതി സുമിത്ര മഹാജൻ പറയാറില്ലല്ലോ. എന്തിൻ്റെ വിഷയത്തിനാണ് നോട്ടീസ് എന്ന് പോലും പറയാറില്ലല്ലോ. ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കടക്കൽ തന്നെ കത്തിവെച്ചുകൊണ്ടാണ് ഏത് മന്ദിരത്തിലാണോ ശിരസ് മുട്ടിച്ച് നമിച്ചുകൊണ്ട് മോദി കടന്നു വന്നത്, അന്ന് മുതൽ തുടങ്ങിയത് ആ മന്ദിരത്തിൻ്റെ പൂർണ്ണമായ അതിൻ്റെ അർത്ഥം ചോർത്തിക്കളയുക എന്നതും ഇത് അനാവശ്യമാണ് എന്നുള്ള നിലയിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ എല്ലാം തുടക്കം കുറിക്കുന്ന കാലങ്ങളിൽ ജർമ്മനിയിലും പുറത്തുമുണ്ടായിരുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസും ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടി കൊണ്ടുവരുന്നതിനും ലെജിസ്ലേച്ചർ തന്നെ അനാവശ്യമാണ്, എക്സിക്യൂട്ടീവാണ് എല്ലാ അധികാരങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള നിലയിലേക്കും അങ്ങനെ പുകഴ്ത്തിയാണ് കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 4-5 കൊല്ലക്കാലം നടത്തിക്കൊണ്ടിരുന്നത്. കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നമാണ് മോദി, ആ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് BJP സംരക്ഷിക്കുന്നത്, രാജ്യമാണ് വിറ്റ് കാശാക്കപ്പെടുന്നത്. താങ്കളിലേക്ക് വരാം. താങ്കൾ പറയുന്നത് വളരെ കൃത്യമായുള്ള രാഷ്ട്രീയ പോയിന്റുകളാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ആ രാഷ്ട്രീയത്തിന്, നേരത്തെ ഇടതുപക്ഷം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആ രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ അവരായിരുന്നു ഏറ്റവും ശക്തമായിട്ട് അത് ഉന്നയിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ രാജ്യത്തെമ്പാടും തന്നെ അത് കുറെ കൂടെ ആളുകൾക്കുള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് സമരം നടത്താൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരിക, കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ വലിയ സാമ്പത്തിക സ്വരൂപീകരണം നടത്തിയിരിക്കുന്ന ആളുകൾ എല്ലാത്തിൻ്റെയും അധികാര പദവിയിലേക്ക് വരിക എന്നത് കുറെ കൂടെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാലമാണ്. അവിടെ പക്ഷേ എൻ്റെ ചോദ്യം വീണ്ടും അതാണ്, അവിടെ പക്ഷേ പ്രിയങ്ക ഗാന്ധിയോട് ചേർന്ന് റോബർട്ട് വാദ്ര വരികയും കോൺഗ്രസിൻ്റെ പഴയ കാലങ്ങളെ, രാഹുൽ ഗാന്ധി അതിനിസ്സാരനായിട്ട് തുടങ്ങിയെന്ന് തോന്നി പിന്നീട് വളരെ പ്രധാനപ്പെട്ട നിലയിലേക്ക് വരുന്നത് പോലെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ക്ലീൻ ഇമേജിലൂടെ അല്ലാതെ പ്രിയങ്ക ഗാന്ധി വരുന്നത് ദോഷം ചെയ്യുകയില്ലേ എന്ന ചോദ്യം നിലനിൽക്കുന്നില്ലേ ഇപ്പോഴും ശ്രീ ജേക്കബ് ജോർജ്? അല്ല, അതെ, രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ഒരു നിലപാടിലേക്കായിരിക്കും, രണ്ട് തരത്തിലുള്ള ഒരു ആകാരം ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക എന്നെനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധി
കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവ്, ആ നേതാവ് എന്ന നിലയിലായിരിക്കും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്ലേസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വളരെയധികം വളർന്നിരിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും സംസാര രീതികളും രാഹുൽ ഗാന്ധിയെ ഒരു പടി കൂടെ അപ്പുറത്തെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനകത്ത് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധങ്ങളായ മാധ്യമങ്ങളും വളരെ വ്യക്തമായി ശക്തമായി തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് താഴെ ഒരു അപ്രധാനമല്ലാത്ത ഒരു നേതൃത്വത്തിലേക്കാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അത് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാനോ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്തിന് വെല്ലുവിളി ഉയർത്താനോ വേണ്ടിയല്ല, കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദവി എന്നതിൽ കവിഞ്ഞ് അതിന് തൽക്കാലമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു, തൽക്കാലം വേറെ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ കേസ് ഭാവി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, യാതൊരു സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അതൊരു വേറെ ഒരു ഈഫ് എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ, കോൺഗ്രസിന് ഒരു പരാജയം നേരിടേണ്ടി വന്നാൽ, ഒരു പ്ലാൻ ബിയുടെ ഭാഗമായിട്ടായിരിക്കണം പ്രിയങ്ക ഗാന്ധി വരുന്നത്. ഒരു പ്ലാൻ ബിയുടെ ഭാഗമായിട്ടായിരിക്കണം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നേതൃത്വം കൈപിടിച്ച് കൊണ്ടുവരുന്നത് എന്ന് വേണം കാണാൻ എന്ന് ഞാൻ കരുതുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധി, അതായത് ഞങ്ങൾക്ക് ബാക്ക് ഫുട്ടിൽ കളിക്കാൻ സാധിക്കുകയില്ല എന്ന്. ശ്രീ കെ വി തോമസ്, ഇവിടെ ഉത്തർപ്രദേശ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്, ഏറ്റവും വലുതാണ്. അവിടെ പക്ഷേ കോൺഗ്രസിന് 1, 2, 3, 4 സ്ഥാനമുള്ള പാർട്ടിയല്ല എന്ന് ശ്രീ എ സമ്പത്ത് പറഞ്ഞ ഇടത്താണ് വസ്തുതയുള്ളത്. അവിടെ BJP വിരുദ്ധമായിട്ടുള്ള വോട്ടുകളെല്ലാം ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി SP-യും BSP-യും പോലുള്ള വലിയ അതിശക്തരായിട്ടുള്ള എതിരാളികൾ, ഒരു കാലത്ത് എതിരാളികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ കൂടെ മത്സരിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ചിതറിപ്പോവുകയും ആത്യന്തിക ഗുണം BJPക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്ന സാഹചര്യം ഉണ്ടാകുമോ? SP-BSP ഐക്യം വന്നതിന് ശേഷം കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, BSP SP ഇപ്പം മുന്നോട്ട് പൊക്കോട്ടെ, BJPയെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ അവർ ചെയ്തോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞങ്ങൾക്ക് വോട്ടുണ്ട്, അവിടെ ഓരോ ബൂത്തുകളും ഞങ്ങൾക്ക് കൊടിപിടിക്കാൻ ആളുണ്ട്, ഞങ്ങൾ മുന്നോട്ട് പോകും. ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങോട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം നീങ്ങുന്നതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ SP-യോടോ BSP-യോടോ ആ സഖ്യത്തോടോ ഞങ്ങൾ മെക്കിട്ട് കയറാനൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ശക്തിയുമായി മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് UP-യിൽ പ്രിയങ്ക വധേരയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം കോൺഗ്രസിൻ്റെ ചരിത്രപരമായ ഒരു സംസ്ഥാനമാണ് UP. കോൺഗ്രസിന് ഒത്തിരി നേതാക്കന്മാരെ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് UP. ആ UP-യുടെ ബേസൊന്നും പോയിട്ടില്ല കോൺഗ്രസിന്. തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ശ്രീ കെ വി തോമസ്, നമുക്ക് ഈ ചർച്ച അവസാനിക്കാം. ഒറ്റ നേതാവ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉടനീളം. അതിപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് എങ്കിൽ അദ്ദേഹം, ഇന്ദിരാഗാന്ധിയുടെ കാലം അങ്ങനെ, രാജീവ് ഗാന്ധിയുടെ കാലം അങ്ങനെ, സോണിയാഗാന്ധി ഉള്ളപ്പോൾ അങ്ങനെ. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ ആരായിരിക്കും കോൺഗ്രസിൻ്റെ ആദ്യത്തെ നേതാവ്, ഒന്നാമത്തെ നേതാവ്? സംശയം എന്താ? രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ്, എന്താ ആർക്കാ സംശയം? ഞങ്ങൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവിന്, അദ്ദേഹമാണ് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റ്. അതേസമയത്ത് ഇന്ദിരാഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമൊക്കെ ഒത്തിരി സംഭാവനകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയും. പക്ഷേ ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. വളരെ വളരെ നന്ദി ശ്രീ കെ വി തോമസ്. ഞാൻ ഇനി അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക്, ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയവും കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ കെ വി തോമസ്, ശ്രീ എ സമ്പത്ത്, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് BJPക്ക് ഭീഷണിയാകുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരോടുള്ളത്. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 75% പേരും BJPക്ക് ഭീഷണിയാകും എന്ന കോൺഗ്രസ് അനുകൂലമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. 25% പേർക്ക് മാത്രമേ BJPക്ക് ഇതൊരു ഭീഷണിയല്ല പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എന്ന അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.